ആരുടേത് ആരാ ആരോ നമ്മളെ ദേവർക്കൊണ്ടിന്ന് ആന്ധ്രയിലെ ദേവർക്കൊണ്ടിന്ന് വന്ന ചെയ്യിക്കുന്ന പണി കണ്ടാ ഞാനും ഷർഷാദും ഇതാ ഫുള്ള് വായി നോക്കാൻ വരുത്തിയോ ഇതാ ചുമ്മാ വന്നേക്കോ കത്തി കൊണ്ട് ഞാൻ കത്തിക്കൊന്നും പറഞ്ഞില്ല വൈബ് കാണിച്ചാ വൈബ് റൂമിൽ നിന്ന് ഇറങ്ങുമ്പോ ഇതാ വാ വൈബല്ലേ വൈബ് ഇടിമുട്ടുന്നുണ്ട് മിന്നലുണ്ട് കേട്ടോ അങ്ങന്ന് ഫ്രണ്ട്സ് എന്താണ് വിശേഷം സുഖമല്ല എല്ലാവർക്കും അപ്പോൾ നമ്മൾ ഇന്നൊരു സ്ഥലത്തേക്ക് കേട്ടോ നമ്മൾ കുറച്ച് ആൾക്കാർ ഒരു ട്രിപ്പ് ചെറിയൊരു ട്രിപ്പ് പാർക്കുന്നില്ല അപ്പോൾ ഇന്ന് കുറച്ച് ആൾക്കാരുണ്ട് ഒരു വൈബ് ടീമായിട്ട് നമ്മൾ പോയെന്ന് അപ്പോൾ നമ്മളെ പ്രീതട്ടുണ്ട് പ്രീതട്ടാ പിന്നെ നമ്മളെ ഫ്രെയിമിൽ ആദ്യമായിട്ട് താരം എൻ്റെ ഇപ്പോൾ പറ പേര് പറ ഷബി ദേവർക്കൊണ്ട ദേവർക്കൊണ്ട എന്ന് പറഞ്ഞ സംഭവം അറിയാം ദേവർക്കൊണ്ട ഒരു ഇവന് ഏതാ പറയണം എവിടെയാണ് ദേവർക്കൊണ്ട എവിടെയാണ് ദേവർക്കൊണ്ട എന്ന് പറഞ്ഞാൽ കൂത്തറമ്പിലൊരു സ്ഥലമാണ് പണ്ട് ആന്ധ്രയിലായിരുന്നു ഇപ്പോൾ അത് ഇവിടത്തേക്ക് മാറ്റിയതാണ് അപ്പോൾ ഒരാളിപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട് ഇനി കുറച്ച് ആൾക്കാർ വരാനുണ്ട് കേട്ടോ അമ്മ പൊളിക്കൂലേ പൊളിച്ചെടുക്കും കത്തുന്ന കുപ്പായിലിട്ടാ വന്നിനി തന്ന ടീഷർട്ട് തിളങ്ങി വരാ അപ്പോൾ ഇത് നമ്മ നടുവിൽ എന്ന് പറഞ്ഞ സ്ഥലം നടുവിൽ തന്നെ അല്ലേ നടുവിലിൻ്റെ സെൻറ്ററിലുള്ള അപ്പോൾ നമ്മൾ ഈനെ ഇവിടെ കണ്ടേരം അങ്ങനെ കയറിയതാണ് അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് പാട്ടും കുത്തലും ഉണ്ടാവും കേട്ടോ സർഷാദ് പ്രിയ ബൈജു സുരഭി സുരേഷ് എന്നിവരെ കാത്തു നിൽക്കുക അപ്പൊ അവര് പറഞ്ഞ സമയത്തിനെക്കാട്ടും ലേറ്റായി അതിൽ നല്ലവരായ ആരിസ് നയന ഷിറാസ് അക്ഷത ദീപ്തി അവരൊക്കെ നേരത്തെ എത്തി നല്ല ടീംസാണ് ഇനി ലേറ്റായിട്ട് വരുന്ന ടീമെല്ലാം ലോക്കൽസ് അപ്പോൾ അവരെത്തിയവരോട് നന്ദി അറിയിക്കുന്നു ഓക്കെ അല്ലേ യെസ് അപ്പം ഇതിനെ കുറച്ച് വൈബ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടോ വേണമെന്നുണ്ടെങ്കിൽ ഓക്കെ കാണണേ ഏതോ ഒരു 2-3 ആൾക്കാർ എത്തിയിട്ടുണ്ട് കുറച്ച് ആൾക്കാർ വന്നിട്ടുണ്ട് പ്രശസ്ത പിന്നണി ഗായിക പിന്നെ ഡ്രൈവർ സർഷാദ് ഉണ്ട് ചായ വാങ്ങി കൊടുക്കും അല്ലേ ഡ്രൈവറിന് ഓനെ ആന്ധ്രയിൽ നിന്ന് ദേവർക്കൊണ്ടെന്ന സ്ഥലത്തു നിന്നായിരുന്നു അവരെല്ലാം അങ്ങോട്ട് പോയല്ലോ നമ്മ ഇപ്പൊ എത്തിയതേ ഉള്ളൂ ആ വാ വിടാല അവര് വാന്നല പറയുന്നു അവരെ എടുത്ത് അവരെ പരിചയപ്പെടുത്തിയിട്ടുണ്ട് അതിനിടം കയറ്റ് ആരിവനല്ലേ ഓൻ ഡ്രൈവറായിട്ട് കൂട്ടിയതാ ഉള്ളില് നല്ല ചെക്കനാട്ടോ അത് ഉള്ളില് നല്ല ചെക്കനാ വേറെ ആരില്ലെങ്കിൽ ഓക്കെ ശരി ഓക്കെ ശരി ഓക്കെ ഇതിനെ കുറച്ചപ്പുറം നടുവിൽ മെയിൻ ടൗൺ അപ്പുറമാണ് കുറച്ചപ്പുറം പോവാലേ ഇവിടെ യെസ് വേണ്ട അവരെല്ലാം അടുത്തി അവരെല്ലാം വിട്ടു നമ്മളീ പറ്റും ബാക്കിലായത് നമ്മൾ വരുമ്പോണ്ടല്ലോ നമ്മളെ കൂവരി തൂക്കുമല്ലോ ആടെല്ലാം കയറിനി പ്രീതട്ടൻ ആദ്യമായിട്ടാണല്ലേ കൂവരി എങ്ങനെയുണ്ട് നൈസല്ലേ വൈകുന്നേരം പൊളിക്കുമല്ലേ ഇപ്പൊ കുറച്ച് വരുന്നവരാണെങ്കിൽ ഒരു 4 മണിക്ക് ശേഷം വന്നു കഴിഞ്ഞാൽ ഭയങ്കര വൈബായിരിക്കും മനോഹാരിതമായിട്ടുള്ള ഒരു പുഴയുടെ നടുക്കുള്ള ഒരു തൂക്കുപാലം കാണുക അപ്പോൾ അവിടെ ഇരുന്ന് നമുക്ക് കുറച്ച് സ്പെൻഡ് ചെയ്യാം പിന്നെ അവിടെ പോകുമ്പോൾ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളൊന്നും എടുക്കരുത്. പിന്നെ പോകുന്നവർ ഇതിപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ ഇത് ഷൂട്ട് ചെയ്യുന്നത് മെയ് 24-നാണ് ഞായറാഴ്ച. അതെ, നിങ്ങൾ പോകേണ്ടത് മഴക്ക് മുമ്പ് പോകണം. മഴ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവിടെ ഫുള്ള് വെള്ളം പാലം വരെ വെള്ളമായിരിക്കും, ഭയങ്കര ഇതായിരിക്കും. മഴയത്ത് പോകുന്ന കുറച്ച് ഇതാട്ടോ. ഞാൻ മഴയത്ത് പോയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, അത് നല്ല റീച്ചുള്ള സാധനത്തിന്. അതുകൊണ്ട് മഴയത്ത് അത് സിറ്റുവേഷൻ മനസ്സിലാവും ആ വീഡിയോ ഉണ്ടായി. അപ്പോൾ മഴയത്ത് നന്ന മഴയില്ലാതെ പോയത് കേട്ടോ, ഭയങ്കര വെള്ളമാണ്. അപ്പോൾ നമ്മളിന്ന് പോയിട്ടോ, നെക്സ്റ്റ് അങ്ങോട്ട് തിരി കാണാം. എവിടെന്നെങ്കിൽ ഫുഡെല്ലാം കഴിക്കണോ അല്ലേ? ഭയങ്കര ഹെൽമെറ്റ് കേട്ടോ, ഫ്ലൈറ്ററിൻ്റെ വിട്ടോന്നോ ഇവിടെ പോകാം. ഏതോ ഒരു കോംപ്ലക്സിൽ നമുക്ക് കയറ്റിയിട്ടില്ല. അപ്പോൾ വരുമ്പോൾ നമ്മളെ ഷബി ഈട് നിൽക്കുന്നത്, നമ്മളെ വെയിറ്റ് ചെയ്ത് നിൽക്കും. അങ്ങനെ ഇവിടെ ചവിട്ടി കയറ്റിയതാണ്. നടുവിൽ ടൗണ്. നമുക്ക് ഇങ്ങോട്ടേക്കാണ് പോകണ്ടി, അങ്ങോട്ട്. ഇതാണ് നിങ്ങൾ അങ്ങനെ വരുന്നത്, 300 വരുന്ന റോഡ്. എൻ്റെ മോനെ, നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിക്ക്
കറി നടുവിൽ നടുവിൽ. അപ്പോൾ 2 സിംഗിൾ ചിക്കൻ പറഞ്ഞിട്ടുണ്ട്. സിംഗിൾ മതി, സിംഗിൾ ചിക്കൻ പരിപാടി. കാരണം ആടുന്ന് ചിക്കൻ്റെ പരിപാടിയാണ്. എന്തൊക്കെ അല്ലേ ഇതാട്ടാ? പിന്നെ ഫുള്ള് ചിക്കനെ കൊണ്ടുള്ള കളിയാവും. ചിക്കൻ്റെ ആറാട്ടാണ്. അതുകൊണ്ട് പ്രൈതട്ടം പറഞ്ഞ് സിംഗിൾ ചിക്കൻ ബിരിയാണി വന്നിട്ട് പ്ലേറ്റെല്ലാം കൊണ്ടു വെച്ചിട്ടുണ്ട്. അച്ചാറും കച്ചമ്പറും ഉണ്ട്. മറ്റുള്ളവർ ഇവിടുന്ന് കഴിച്ചേട്ടാ. ആരിഫ്, നാന, ഷിറാസ്, അക്ഷതെല്ലാം ഉണ്ടായി. അതെല്ലാം ഇവിടുന്ന് ഓൾറെഡി നമ്മൾ വരുമ്പോഴത്തേക്ക് കഴിച്ച് കഴിയും. ബിരിയാണി ബിരിയാണി കഴിച്ചോക്കല്ലോ. അങ്ങനെ ഉണ്ടോ നോക്കട്ടെ. സിംഗിൾ ചിക്കൻ ബിരിയാണി. ചിക്കൻ അല്ലേ? ആ ചിക്കൻ. യെസ്. ചോറ് നോക്കട്ടെ. കുഴപ്പമില്ല, മനസ്സില്ല. കുഴപ്പമില്ല അല്ലേ? കുഴപ്പമില്ല. ആവറേജ് എത്ര വേണം? നമ്മൾ ഇവിടെ എത്തിയട്ടാ. വാരക്കത്തട്ട മുകളിൽ റിസോർട്ടിലെത്തി. എങ്ങനെ ഇരിക്കുന്നു? വെരി നൈസ് പ്ലേസ്. പ്രകൃതിയുടെ മനോഹാരിത തൊട്ടുണർന്ന സ്ഥലം. ഒരു മിനിറ്റ് ഞാൻ കാണിച്ചു നോക്കട്ടെ. ചൂണ്ടിക്കോ. യെസ്. എൻ്റെ മോനെ വ്യൂ എന്നല്ല പറഞ്ഞാൽ രക്ഷയില്ലാത്ത വ്യൂ. എവിടം വരെ കാണുന്നു. ഇവിടുന്ന് പിന്നെ വേറെ കാര്യം എന്നറിയാം. ഇവിടുന്ന് എയർപോർട്ടിൽ ഫ്ലൈറ്റ് ഇറങ്ങുന്നതാണോ കേട്ടാ? അങ്ങോട്ടടിയോ വന്ന് വരും. മട്ടന്നൂർ എയർപോർട്ടിൽ ഫ്ലൈറ്റ് ഇറങ്ങുന്നതാണ്. ചെറുങ്ങനെ ഫ്ലൈറ്റ് കാണൂല, പക്ഷെ അവർ ലൈറ്റ് എയർപോർട്ടിൽ കാണുമല്ലേ? യെസ്. പിന്നെ വേറെ കാര്യം വെച്ചാൽ ചക്ക, നമ്മളെ മെയിൻ സാധനം ഇതാ കട്ടക്കത്ത് ചക്ക വീട്ടിലുണ്ടല്ലേ? ഫ്രൈത്തേട്ടൻ വീട്ടിലുണ്ട്. എടുത്തെന്ന് പറഞ്ഞു. നമുക്ക് ചെയ്യാം. നമ്മൾ വരുമ്പം ബൈക്ക് കണ്ടിട്ടില്ലേ? 2-3 ബൈക്കാണ് നിർത്തിയിട്ടുണ്ടല്ലേ? അതാ അങ്ങ് പുല്ലറതാ. അതൊന്ന് വ്യൂ പോയിന്റ് ആട്ടോ. അങ്ങ് അവിടെ അല്ലേ പാറിന മുകളിൽ. അടിപൊളി. അപ്പോൾ നമ്മൾ ടീംസ് എല്ലാം ഉണ്ട് ഇവിടെ. കണ്ടോ? ഇതാണ് സാധനം. അപ്പോൾ നമ്മൾ ഇവിടെ കേരളായി. അരിച്ചാ പൊളിക്കൂല്ലേ? എങ്ങനെയുണ്ട്? നിങ്ങൾ ഇതിന് മുമ്പ് ഇവിടെ വന്നല്ലോ അല്ലേ? ഇവിടെ വന്നിട്ടുണ്ട് പേര്. പിന്നെ ഞാനിതിനെ തൊട്ട് മുകളിൽ വന്ന് താമസിച്ചു. അങ്ങ് അവിടെ നമ്മളെ സർഷ ഉണ്ട്, സിറാസ് ഉണ്ട്, എല്ലാവരും ഉണ്ട്. ഇന്ന് വൈബ് കേട്ടോ. അതുകൊണ്ട് സ്കിപ്പ് ചെയ്യണ്ട. പൂളെല്ലാം ഉണ്ട്. നമ്മൾ റൂമിലേക്ക് പോട്ടെ. ഓക്കെ. അവിടെ ചിക്കൻ മസാല വെട്ടാൻ പോയിട്ടുണ്ട്. ഹെൽമെറ്റ് എടുത്തിട്ട് നമുക്ക് റൂമിലേക്ക് വിടാം. എന്ന് ബാക്കിയുള്ള ഹെൽമെറ്റ് എടുത്തിട്ട് റൂമിലേക്ക് പോവാം. കൊണ്ടായിക്കോട്ടെ. അത് നമ്മളതല്ലപ്പാ. റൂംസിലേക്ക്. ഇത് നമ്മളെ റൂം എവിടെ? ഇത് ഇവിടെ നമ്മൾ തന്നില്ലു. അപ്പോൾ ഇവിടെ കയറാം. എടാ പിന്നെ നമ്മളതാടാ. ദേവർക്കൊണ്ടാ നമ്മളെ റൂം എവിടെ? നമ്മളെവിടെ? വേണ്ട, എനിക്ക് പോയി. എനിക്ക് പേടിയാന്ന്. ഇപ്പുറം കയറാം. ശരിയാവില്ല. ഞാനിതെടുത്തു പോലും. ഇതാണ് നമ്മളെ ഇന്നത്തെ റൂം. ഞാനീ റൂം എടുത്തത് 10 ആൾക്ക് കിടക്കേണ്ട ബെഡാണ്. നോക്കിയേ. 4 ആൾക്ക് കിടക്കാം അല്ലേ? 4 ആൾക്ക് സുഖമായിട്ട് കിടക്കാം. ഹെൽമെറ്റ് ഈ മൂലൊക്കെ വെക്കാം. ഇവിടെ കിട്ടാം ഹെൽമെറ്റ്. യെസ്. ഫോണെല്ലാം ചാർജ് ഇട്ടോ. വൈബ് കാണിച്ചാ. വൈബ് റൂമിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഇതാ. വൈബ് അല്ലേ? വൈബ്. ഇടിമുട്ടുന്നുണ്ട്. മിന്നലുണ്ട് കേട്ടോ. അങ്ങ് ഇടിയും മിന്നലിങ്ങനെ ടാക്ക്. നേരത്തെ നല്ല മിന്നുണ്ടായി. ഞാൻ കണ്ടില്ല. പ്രൈത്തരം കണ്ടില്ല. പിന്നെ എയർപോർട്ട് ഇരുന്ന് കാണുന്നുണ്ട്. പക്ഷേ രാത്രി ആകുമ്പോൾ ഉണ്ടല്ലോ നല്ല ലൈറ്റൊക്കെ കൊടുത്തിട്ട് നല്ല രസമാണ് എയർപോർട്ട്. ഞാൻ നേരത്തെ പറഞ്ഞ ആ വ്യൂ പോയിൻ്റ്, ഒരു വ്യൂ ഉണ്ട്. ഒരു പാറുണ്ട് അങ്ങ് അവിടെ പിള്ളേരുണ്ട് കേട്ടോ. നമ്മൾ വരുമ്പോൾ ബൈക്ക് കണ്ടില്ല. ആ റോഡ് ഇവിടെ റോഡ് വന്നിട്ടുണ്ട്. അങ്ങനെ അതിലൂട്ടെ ഞാൻ കൂളിംഗ് ഗ്ലാസ്സിൽ കാണില്ല. അതിലൂട്ട് ഇങ്ങനെ റോഡ് വന്നിട്ടുണ്ട്. അവിടെ അങ്ങ് പാറിനടുത്ത് നല്ല വ്യൂ റൂംസ്. ഇതാണ് നമ്മുടെ റൂംസ് കേട്ടോ. ടോട്ടൽ 3 റൂംസ് അല്ലായിരുന്നു. നമുക്ക് 2 റൂംസും ലേഡീസിനപ്പുറം ഒരു റൂം. ലേഡീസ് 3-4 ഉള്ളൂ. പിന്നെ ഇല്ല സിംഗേഴ്സ് കേട്ടോ. കംപ്ലീറ്റ് സിംഗേഴ്സാണ്. പിന്നെ നമ്മളെ സ്വരരാഗ് മനോജേട്ടനുണ്ട്. എന്താണ് ചിരിക്കും അങ്ങ് മാത്രം എടുത്തു തരൂ. നിങ്ങൾ ഇപ്പോൾ ഒരു ഫോട്ടോ തന്നെ ആവും കേട്ടോ. എനക്കോ നിങ്ങൾ ഫുൾ ഫോട്ടോ ആവും. കംപ്ലീറ്റ് ഫോട്ടോ വ്ളോഗാണ്. നാട്ടുകാർ തേച്ച് കാണുന്നുണ്ട്. ഹായ്.
എന്താ മോളെ കുഴപ്പം തന്നെ മഴ തണുപ്പ് തണുപ്പൊന്നും കേട്ടാ തണുപ്പൊന്ന് തുടങ്ങി. ഏത് തണുപ്പ്? രണ്ടാള് വന്നിട്ടുണ്ട്. എന്താ പരിപാടി? കത്തിനെ കൊണ്ടല്ലേ? യെസ്, നമ്മളെ ദേവർക്കൊണ്ടിന്ന്, ആന്ധ്രയിലെ ദേവർക്കൊണ്ടിന്ന് വന്ന ചെയ്യിക്കുന്ന പണി കണ്ടാ. ഞാൻ ഷർഷാദും ഇതാ ഫുള്ള് വായി നോക്കാൻ വരുത്തിയോ. എന്താ ചുമ്മാ വന്നിക്കോ കത്തി കൊണ്ട്. ഞാൻ കത്തിക്കൊന്നും പറഞ്ഞില്ല. ഉള്ളിക്കറി വെക്കട്ടെ. ഹായ് ഹായ്. ചെറിയൊരു ഗ്യാപ്പ് വരും. നന്നാക്കിക്കൊണ്ടിരിക്കുകയാണ്. പ്രശസ്ത ഗായികമാരാണ്. ഒരു കാര്യം ചെയ്യില്ലേ ഇന്ന് അടുക്കെ കീർത്താ ഞാൻ നോക്കാം. ഇതാരാള്? ആണോ? മാനവചേട്ടൻ വന്നിട്ടുണ്ട്. സുഖല്ലേ? എന്താന്ന് ബ്ലഡ് ഉണ്ട് എത്രയാടാ? കുറച്ച് ബ്ലഡ് വേണം അല്ലേ? ചിക്കനിൽ കുറച്ച് ബ്ലഡ് വേണം. ഓവർ കൈ കഴിഞ്ഞാൽ അതിന്റെ ആ ഒരു നാച്ചുറാലിറ്റി പോകുന്നതാണ്. അതിന്റെ രസം പോകും പണ്ട് പറയില്ല. അപ്പൊ തറവാട്ടിലൊക്കെ ഇങ്ങനെയാ, ചിക്കൻ അങ്ങനെ ഓവറായിട്ട് കഴുകില്ല. ചിക്കൻ മാത്രമേ തുറന്നെടുക്കാം. അപ്പൊ ഇത് നമ്മുടെ ബാർബിക്യൂന് വേണ്ടിയിട്ടുള്ള ചിക്കനാണ്. സർഷാദ് കഴുകുന്നത് അത് പാർട്സ് ആണ്. ഇത് ചിക്കന്റെ കറിക്ക് വേണ്ടിയിട്ടുള്ള ചിക്കനാണ്. ഓക്കെ, നിങ്ങൾ വേർതിരിച്ചല്ലേ? എത്ര ചിക്കൻ വാങ്ങി? ചിക്കൻ ഒരു 10 kg ഉണ്ടാവും. 10 kg. നമ്മൾ ടോട്ടൽ എത്ര ആളുണ്ട്? ടോട്ടൽ ഒരു 14-15 ആളുണ്ട്. എല്ലാവരും അടക്കം? 15 ആള്. 15 ആളുണ്ട്. അപ്പോൾ 15 ആൾക്ക് നമ്മളൊരു 10 ചിക്കൻ, 10 കിലോ. 10 കിലോ? ആ, 10 കിലോ ചിക്കൻ വാങ്ങിയിട്ടുണ്ട്. ഒന്നും നോക്കിയില്ല. ഇത് നമ്മുടെ പണ്ടാരി, അത് അദ്ദേഹമാണ്. അദ്ദേഹം പറഞ്ഞത് ഇതേതാണ് നിന്റെ ആള് പണ്ടാരി, കുക്കിങ്ങിന്റെ ആള്. അത് മുഖാന്തരാണ് എല്ലാം ആക്കിയത്. യെസ് യെസ് യെസ്. എല്ലാവരും നോക്കി നോക്കി ചെയ്യേ കേട്ടോ. എല്ലാവരും നോക്കി നോക്കി ചെയ്യണം. വേണോടാ, അത് നേരെ നോക്കി ചെയ്താൽ മതി. കത്തിനെ കൊണ്ടുള്ള കളിയാണ്. ശരി. നമ്മളെ സ്വന്തം ഫ്രിഡ്ജ് ഇതല്ല, ഇത് ഇടിമുട്ടുന്നുണ്ടേ. എന്തായാലും മഴ ഉറപ്പാന്ന് ഇവിടെ. നല്ല ഇടിമുട്ടുന്നുണ്ട് കേട്ടോ. ഉറപ്പായിട്ട് മഴ പെയ്യും, ഷുവർ. നല്ല തണുത്ത കാറ്റ്, എന്ത് സുഖമെന്നറിയാം. പൊളി വൈബ്. അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ ഫ്രീ ആകുമ്പോൾ വാട്ടാ ഫാമിലി ആയിട്ടെല്ലാം വരണം. ഫ്രണ്ട്സായിട്ട് വരുന്ന വേറൊരു വൈബ്, ഒരു വൈബ്. ഫാമിലി ആയിട്ട് വരുമ്പോൾ വേറൊരു വൈബ്. ഫ്രണ്ട്സായിട്ട് വരുമ്പോൾ ഒരു വൈബ്, ഫാമിലി ആയിട്ട് വരുമ്പോൾ വേറൊരു വൈബ്. ആ, ബത്തൊക്കെ ടേസ്റ്റ് ഉണ്ടോ? മധുരമുണ്ടോ? അടിപൊളിയാ. പണിയെടുത്തുകൊണ്ട് നിൽക്കുമ്പോൾ അതിൻ്റെ ഇടക്ക് ഫോട്ടോ എടുക്കണമെന്നിട്ട് വന്നിട്ടതാ പോസ് ചെയ്യുന്നു. കാരണം അങ്ങ് അടക്കണ്ടോ? കറുപ്പിച്ചേട്ടാ ഇതേട്ടാ, കറുപ്പിച്ചേ കട്ടൻ. എന്നിട്ട് ഇലക്കേറ്റില്ല ഇഞ്ചിയാ. നമ്മുടെ സാധനം റെഡിയായി വരുന്നുണ്ട് കേട്ടോ. ആ കട്ടെ വൈബായി വരുന്നുണ്ട് കേട്ടോ. അടിപൊളി വൈബായിട്ട് വരുന്നുണ്ട് സംഭവം. ആരുടേത്? ആരാ
ആറോ കഴിഞ്ഞ നമ്മള് സങ്കടത്തിലല്ല നമ്മളല്ല